ഹായ് ഹലോ. നമ്മളിന്ന് പിള്ളേർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വെന്തെണ്ണ ഉരുക്കണ എന്നൊക്കെ പറയും. അതെങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുകയാണ്. നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. വെറുതെ നമ്മൾ കെമിക്കലൊക്കെ വാങ്ങി പിള്ളേർക്ക് ഉപയോഗിക്കേണ്ട ഒരു കാര്യമില്ല. നല്ല ഫ്രഷായിട്ട് നല്ല അടിപൊളി വെന്തെണ്ണ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ തേങ്ങ എടുത്തിട്ട് തല്ലി പൊട്ടിച്ച് ചിരണ്ടി എടുക്കുന്നതിന് പകരം അതിൻ്റെ ബാക്കിൽ നമ്മുടെ ഇതുണ്ടല്ലോ, ആ ഒരു ബ്രൗൺ കളറ്, അത് ചെത്തി കളഞ്ഞിട്ടാണ് ട്രൈ ചെയ്ത് നോക്കണം. അതിന് മുമ്പൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ചിരണ്ടി എടുത്താണ്. പക്ഷേ ഇതിങ്ങനെ ചെയ്താൽ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ നമ്മുടെ തേങ്ങ പൊതിക്കുന്നതും ചിരകുന്നതും അല്ലെങ്കിൽ തല്ലി പൊട്ടിക്കുന്നതൊന്നും കാണിക്കുന്നില്ല. ഡയറക്റ്റ് കാര്യങ്ങൾ പറയുവാണ്. നമ്മുടെ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ എടുത്തിട്ട് ഇതുപോലെ നമ്മൾ തല്ലി പൊട്ടിച്ച് അതിൻ്റെ ബാക്കിൽ ആ മറ്റേ ബ്രൗൺ കളർ, അത് കളയാൻ കാരണം എണ്ണ കുറച്ചുകൂടെ പ്യൂറായിട്ട് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ കളഞ്ഞ് ജസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇതല്ലാണ്ട് ചിരകി എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം, എന്താണെങ്കിലും കുഴപ്പമില്ല. ഇതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അതിനുശേഷം ഞാൻ കുരുന്ന് അരിഞ്ഞു, മിക്സിയിലിട്ട് അടിക്കുമ്പോൾ പെട്ടെന്ന് ഇതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് അരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചപ്പോൾ ചിരവി കിട്ടിയ പോലെ തന്നെ നമുക്കിത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ പാലാക്കി മാറ്റണം. നെക്സ്റ്റ് പ്രോസസ്സ് നമുക്ക് പിഴിഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ചെറിയ ചൂടുവെള്ളം ഒരു ഇച്ചിരി ഒഴിച്ചു, ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞത് പാലെടുത്തിട്ടുണ്ട്. പിഴിഞ്ഞെടുക്കണതൊന്നും കാണിക്കാത്തതിനെ വെച്ചാൽ ഈ തേങ്ങ പിഴിഞ്ഞെടുക്കണമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അത്രേ ഉള്ളൂ. അപ്പോൾ നേരെ അത് കഴിഞ്ഞ് ഒരു 2 പാല് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. 2 പാലേ എടുത്തിട്ടുള്ളൂ. നേരെ അടപ്പത്തേക്ക് വെച്ചു. ഇനിയാണ് അടിപൊളി പരിപാടി. സംഭവം നേരെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കി മടുക്കും. ഏതാണ്ടൊരു 40 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഈ കളറിലേക്ക് എത്തിയിട്ടുണ്ട്. എണ്ണ തിരിഞ്ഞ് തുടങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി നമ്മൾ തീ കൂട്ടിയും കുറച്ചും അതിൻ്റെ പരുവത്തിന് പയ്യെ വെച്ച് കഴിയുമ്പോൾ അത് ഈ ഒരു പരുവത്തിലേക്ക് എത്തും. അതിൻ്റെ കക്ക നല്ല ബ്രൗൺ കളറിൽ കാണുമ്പോൾ നമ്മൾ നിർത്തുക, തീ ഓഫ് ചെയ്യുക, ചെരിച്ച് വയ്ക്കുക. ആ വരുന്ന എണ്ണ ചൂടാറി കഴിയുമ്പോൾ നൈസായിട്ട് കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കുക. പിള്ളേർക്ക് തേക്കുക. 100% ഗ്യാരണ്ടി എണ്ണ.